ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ജ്യോതിഷ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന എൻ്റെ മറ്റ് ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ്? കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. സമ്പത്തും സൗഭാഗ്യവും തേടി വരുന്ന ഒരു സമയമാണ്. ഏത് ഗ്രഹമാണെങ്കിലും അത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകന് കിട്ടാൻ പോകുന്നത് സമ്പത്തും സൗഭാഗ്യവും ആദരവും അംഗീകാരങ്ങളും അവർക്ക് വളരെയധികം നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഒരു ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകർക്കുള്ളത്. അപ്പോൾ ഇവിടെ ഏത് നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണം കിട്ടുന്നതെന്ന് നോക്കാം. തുലാക്കൂറിൽ ഈ വേഴത്തിന്റെ അതായത് 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന കർക്കിടകൻ രാശിയിൽ നിന്നും വേഴം ഇപ്പോൾ നിൽക്കുന്ന കർക്കിടകൻ രാശിയിൽ നിന്നല്ല മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഒക്ടോബർ 18 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിലാണ് ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്നത്. വേഴം ഇപ്പോൾ നിൽക്കുന്നത് ആ സതിക്കുമ്പ് നിൽക്കുന്നത് വേഴം മിഥുനൻ രാശിയിലാണ്. 2018 ഒക്ടോബർ 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനൊന്നും കൂടി വ്യക്തമായി പറയാം. 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിലാണ് ഉച്ചത്തിൽ പ്രവേശിക്കുന്നത്. അതുമൂലം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗജകേസരി യോഗം വരുന്നത്? തുലാക്കൂറിൽ വരുന്ന ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രങ്ങൾക്ക് വേഴം 10 വരുന്നത്. അതായത് കർമ്മഭാഗത്ത് വരെയാണ്. അപ്പൊ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മം എന്ന് പറഞ്ഞ പ്രവൃത്തി, കർമ്മം എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. അപ്പൊ പ്രവൃത്തിയിൽ ഏറ്റവും ഗുണം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ഏത് ഗ്രഹമാണെങ്കിലും അത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകനോ അല്ലെങ്കിൽ ഗോചരപരമായിട്ടോ വളരെയധികം നേട്ടങ്ങൾ തരുന്ന ഒരു സമയമായിരിക്കും ഏത് ഗ്രഹവും ഉച്ചത്തിൽ നിൽക്കുമ്പോൾ. അപ്പൊ വേഴം ഉച്ചത്തിലാണ്. കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് തുലാക്കൂറിൽ വരുന്ന ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രങ്ങൾക്ക് വേഴം ഉച്ചത്തിലാണ് വരുന്നത്. അവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ജ്യോതിഷ വിധി പ്രകാരം ഗജകേസരി യോഗം അഥവാ ഗജരാജയോഗം രണ്ടും പറയും. ഗജകേസരി യോഗം എന്നും പറയും, ഗജരാജയോഗം എന്നും പറയും. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ഉണ്ടാകുന്ന ഒരു ശുഭയോഗമാണ് ഈ ഗജകേസരി യോഗം, അതേപോലെ തന്നെ ഗജരാജയോഗം. ഇത് എന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെയാണ്. സിംഹത്തിന്റെയും ആനയുടെയും ശക്തിയും അതേപോലെ തന്നെ അവരുടെ ആകാരത്തെയും, സിംഹത്തിന്റെ ശക്തിയെയും ആനയുടെ ആകാരത്തെയും സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഗജരാജയോഗം വരുന്നത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആനയുടെയും സിംഹത്തിന്റെയും ശക്തിയും ഐശ്വര്യവും ഈ യോഗം ഉള്ളവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഗജകേസരി യോഗം എങ്ങനെ ഉണ്ടാവുന്നെന്ന് നോക്കാം. ഈ യോഗം പ്രധാനമായും ചന്ദ്രന്റെയും വേഴത്തിന്റെയും സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥാനത്ത് നിന്ന്, ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന്, അതായത് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് അവന്റെ നക്ഷത്രമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ജന്മരാശി, അപ്പൊ ജന്മരാശിയിൽ നിന്ന് 1, 4, 7, 10 ഈ ഭാവങ്ങളിൽ, അതായത് കേന്ദ്രഭാവം, ചന്ദ്രന്റെ കേന്ദ്രഭാവങ്ങളിൽ വേഴം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. അതായത് ചന്ദ്രകേന്ദ്രത്തിൽ, ഈ ചന്ദ്രകേന്ദ്രം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 അത് കേന്ദ്രമാണ്.
ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനമാണ്. അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്താണ് ഈ പറഞ്ഞ ഈ നക്ഷത്രക്കാർക്ക് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വളരെയധികം നല്ല നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഗജകേസരി യോഗം ഇവർക്ക് വരുന്നത്. ഇവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദോഷത്തിനും അല്ലെങ്കിൽ ദുരിതത്തിനുമൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഈ സമയത്ത് ഇവർക്കുണ്ടാവുന്നത്, ഈ നക്ഷത്രക്കാർക്കുണ്ടാവുന്നത്. അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്, വികാരത്തെ സൂചിപ്പിക്കുന്നതാണ്, ജലകാരകനാണ് ചന്ദ്രൻ. അപ്പോ അതേപോലെ തന്നെ മനസ്സും ശരീരവും ബുദ്ധിയും ശക്തിയും എല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ വേഴത്തിനെ കൊണ്ട് ചിന്തിക്കുന്നത് സമൃദ്ധി, സമ്പത്ത്, ഭാഗ്യം, ഈശ്വരവിശ്വാസം, ഗുരുക്കന്മാര് ഇതെല്ലാം വേഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഈ ചന്ദ്രനും വേഴവും ഒത്തുചേരുമ്പോൾ, അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വേഴം നിൽക്കുമ്പോൾ ചന്ദ്രനും വേഴവും ഒത്തുചേരുമ്പോൾ ഈ രണ്ട് ശക്തിയും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ വരുന്ന ആ ഒരു യോഗം, അതാണ് ഗജരാജ യോഗം അഥവാ അല്ലെങ്കിൽ ഗജകേസരി യോഗം എന്ന് പറയുന്നത്. ഈ ഗജകേസരി യോഗം വരുമ്പോൾ എന്തെല്ലാം ഗുണഗണങ്ങളാണ് ഇവർക്കുണ്ടാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പല ഗുണഗണങ്ങളും ഇവർക്കുണ്ടാകും. ഈ യോഗം ജാതകനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോചരപരമായിട്ട് ഒരു നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ സമ്പത്തും സമൃദ്ധിയും സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയും ധനം സമ്പാദിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരവും ആദരവും ബഹുമാനവും പ്രശസ്തിയും പെരുമയും പേരും കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് ഊർജവും ഊർജസ്വലതയും കിട്ടാവുന്ന ഒരു സമയമായിരിക്കും. അറിവും ബുദ്ധിയും ജ്ഞാനവും ബുദ്ധിശക്തിയും വിവേകവും ഇവർക്ക് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ സമയത്ത്. ഭാഗ്യം, ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായാണ് ഭാഗ്യം കടന്നു വരുന്നത്, ഇല്ലേ? ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഭാഗ്യം കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ വേഴം അപ്രതീക്ഷിതമായിട്ട് വേഴം കടന്നു വന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ ഗജരാജയോഗം മൂലം ഇവർക്ക് സമ്പത്തും ഭാഗ്യവും സൗഭാഗ്യവും നിറയുന്ന ഒരു സമയമായിരിക്കും. എങ്കിലും ഈ യോഗം പൂർണ്ണമായും നല്ല ഫലങ്ങൾ നൽകണമെങ്കിൽ, ഇത് സാമാന്യമായ ഫലമാണ് ഞാൻ പറയുന്നത്, ഈ ഫലം പൂർണ്ണമാകണമെങ്കിൽ ഇവരുടെ ജാതകത്തിൽ ഇവർക്ക് നല്ലൊരു സമയവും കൂടി ആയിരിക്കണം. ഇത് സാമാന്യമായ ഗോചരഫലമാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് ജാതകത്തില് നല്ല ഒരു സമയം കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം നല്ല വിധത്തിൽ ഈ ജാതകർക്ക് അനുഭവയോഗ്യമാകും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.